വർഷ നമ്മളൊരു കൗണ്ട് ഡൗൺ തുടങ്ങും. കൗണ്ട് ഡൗൺ കഴിയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. നല്ലൊരു ഓണക്കാലത്തിലാണ് നമ്മളെല്ലാവരും. ഭയങ്കരമായിട്ട് എല്ലാവരും ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് കാണുന്നുണ്ട്. കാരണം എവിടെ നോക്കുമ്പോഴും ഒരു മുണ്ടെടുത്ത ആളെങ്കിലും കാണാൻ പറ്റൂല്ലേ? സെറ്റ് മുണ്ടൊക്കെ എടുത്ത് എല്ലാവരും പോകുന്നുണ്ട്. ഓണം പർച്ചേസ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിലെ മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ആഘോഷം തന്നെയാണ് ഓണം. അപ്പൊ എന്നാ ഞങ്ങൾ വിചാരിച്ചു ഓണം കുറച്ചും കൂടി ആഘോഷിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർ സിംഗർ എല്ലാവരും ചേർന്ന് ഇവിടെ വന്ന് കുറച്ചധികം പാട്ടുകളും മാത്രമാണല്ലോ അങ്ങനെ കാണുന്നത്. എന്നാ പിന്നെ എല്ലാവരുടെ ഇടയിലും വന്നിട്ട് നമ്മുടെ കുട്ടികളുടെ പാട്ടൊക്കെ ഒന്ന് കേൾപ്പിച്ചിട്ട് കുറച്ചും കൂടി ഒന്ന് ഹാപ്പി ആക്കിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് സ്റ്റാർ സിംഗർ സീസൺ 9 ലൈവാണ് ഇപ്പൊ ഇവിടെ നടക്കാൻ പോണത്. നമ്മുടെ 2 സ്കൂളുകൾ. ഓക്കെ, ഞാനത് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം കുറച്ചധികം ആൾക്കാർ കാണുന്നത് നമുക്കറിയാം. പക്ഷെ ഇൻ കേസ് ആരെങ്കിലും കാണാത്തതുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഞാൻ ഞങ്ങളുടെ സ്റ്റാർ സിംഗർ പ്രോഗ്രാം എന്താണെന്ന് പറയണല്ലോ. അപ്പം സ്റ്റാർ സിംഗർ സീസൺ 9 നമുക്ക് ഇപ്രാവശ്യം 2 സ്കൂളുകളാണുള്ളത്. ഒന്ന് ഏതാണ്? ഗുരുകുലം. ഇതാണ് നമ്മളെ എന്നാ പിന്നെ ഞാൻ നമ്മുടെ 2 പ്രിൻസിപ്പൽമാരെ വിളിക്കാൻ പോകും. ഹായ് വർഷ. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എനിക്ക് സുഖമായിട്ട് പോണു. നമ്മളിങ്ങനെ സ്റ്റാർ സിംഗറും പരിപാടിയൊക്കെ ആയി ഇത് ഇവിടെ കൊച്ചി വരെ എത്തിയിരിക്കുകയാണ്. ഇന്ന് ആദ്യത്തെ പെർഫോമൻസ് ആണ് നമ്മുടെ, അല്ലേ? നമ്മള് സ്റ്റാർ സിംഗർ സീസൺ 9 സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പബ്ലിക് അപ്പിയറൻസ് ഉണ്ടാവുന്നത്. പക്ഷെ ഇന്ന് മുതൽ നമ്മൾ കേരളം മൊത്തം ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിട്ട് എല്ലാ സിത്തുമണി വരും. നമ്മുടെ ടീച്ചേഴ്സും അശ്മ ടീച്ചറും മെറിൻ ടീച്ചറും അരവിന്ദ്, ശ്രീരാജ്, ഗോകുൽ, നിഷ, നന്ദ, തൻവി, ശ്രീലക്ഷ്മി. ഇതാണ് ഞങ്ങളുടെ ടീം. ആൻഡ് ദിസ് ഇസ് മെറിൻ ഗ്രിഗറി, ഞങ്ങളുടെ ടീച്ചറാണ്. പാടുന്ന നിങ്ങൾ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുള്ളവരൊന്ന് കൈയടിച്ച്. അതാണ് പിള്ളേരുടെ രക്ഷയില്ല കേട്ടോ. നമ്മളിങ്ങനെ ഓരോ ദിവസവും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലേക്കാ, നമ്മൾ അങ്ങനെ പറയണ്ട. ഇവരിവിടുന്ന് കേട്ട് കഴിഞ്ഞിട്ട് അവർക്ക് എല്ലാവരുടെയും ഇവരുടെ പാട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ടി വിയിൽ പോയിട്ട് നേരെ കേൾക്കട്ടെ. അതാണ് അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സപ്പോർട്ട്. ഇത് സിയാദ് നല്ലൊരു കൈയ്യടി കൊടുക്കും. സപ്പോർട്ടാണല്ലോ. കൊച്ചിക്കാരനെയാണ്. നമ്മള് ആലുവ അല്ലേ? ഇവിടെ ഇന്ന് വരുന്ന കാര്യം അറിഞ്ഞായിരുന്നോ നേരത്തെ? അപ്പൊ കാണാനായിട്ട് വന്നാണോ? താങ്ക് യു സോ മച്ച്. അത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. കാരണം നമ്മള് സോഷ്യൽ മീഡിയയിലൊക്കെ ഷെയർ ചെയ്തിട്ട് ഞങ്ങൾ കാണാൻ വേണ്ടി മാത്രം വരുന്നു എന്ന് പറയുമ്പോ അനുപേട്ടനാണ് നമ്മുടെ ഓർക്കസ്ട്ര ഹെഡ്. എല്ലാവരും കാണണം. ഞങ്ങളുടെ കുട്ടികളുടെ പാട്ടും ഞങ്ങളുടെ പെർഫോമൻസ് ഒക്കെ കാണണം, അഭിപ്രായങ്ങൾ പറയണം. ഓൾറെഡി നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കുന്ന സമയത്ത് പാട്ടിനൊക്കെ ഇഷ്ടംപോലെ വ്യൂസ് ആണ് അല്ലെ? വ്യൂസും ലൈക്സും കമന്റ്സും ഒക്കെ കണ്ടിട്ട് തന്നെ നമ്മുടെ മനസ്സ് നിറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അത് ഭയങ്കര ഒരു ആവേശമാണ് കൂടുതൽ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ അറിയിക്കണം. എന്നാ പിന്നെ നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങാം. അപ്പൊ ആദ്യമായിട്ട് ആരെ പെർഫോം ചെയ്യാൻ വേണ്ടി? ഷെരീഫ്ക്കാണോ? ഷെരീഫ്ക്കാണ്. എന്നാ ഷെരീഫ്ക്കിന്റെ പാട്ട് നമുക്ക് കേട്ടാലോ? റെഡിയല്ലേ? പ്രിയമുള്ളവരെ, നിങ്ങളെല്ലാവരും നമ്മുടെ കുട്ടികളുടെ പാട്ട് കേൾക്കാനാണ് ഇരിക്കുന്നതെന്ന് അറിയാം.